പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പം ജനനായകൻ നാളെയാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. ദളപതി വിജയുടെ ജനനായകൻ. പ്രത്യേകിച്ച് വിജയ് ഇപ്പം തമിഴ്നാട് മുഖ്യമന്ത്രിയും കൂടിയാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ വമ്പൻ കളക്ഷനാണ് ജനനായകൻ ഉണ്ടാകാൻ പോകുന്നത് എന്ന് ഏകദേശം ഉറപ്പാക്കിയിരിക്കുകയാണ്. പ്രീ ഫെയറിൽ തന്നെ ഏകദേശം 50 കോടി ഇപ്പം പിന്നിട്ടതായിട്ട് അറിയുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് പ്രീ ഫെയറിൽ 60 കോടി പിന്നിടുന്ന ഒരു തമിഴ് ചിത്രമായിട്ട് വിജയുടെ ചിത്രം മാറും. ഒരുപക്ഷെ ആദ്യ ദിവസം പോസിറ്റീവ് റിവ്യൂവും കൂടെ കിട്ടുകയാണെങ്കിൽ പിന്നെ 100 കോടി പിന്നിടുമെന്ന് ഏകദേശം ഉറപ്പാക്കാം. ഇപ്പോൾ ഇതിൻ്റെ കളക്ഷൻ വരുമ്പം നമുക്ക് മനസ്സിലാകുന്നത് ഇപ്പോഴും മികച്ച രീതിയിലുള്ള ടിക്കറ്റ് വിൽപ്പനയാണ്. 1 മില്യൺ ടിക്കറ്റാണ് ഈ ദിവസങ്ങളിൽ വിജയുടെ ജനനായകൻ വിറ്റുമാറിയിരിക്കുന്നത് ബുക്ക് മൈ ഷോയിലൂടെ മാത്രം. അതുപോലെ തന്നെ 26,000-ൽ പരം ടിക്കറ്റാണ് മണിക്കൂറിൽ വിറ്റുമാറിക്കൊണ്ടിരിക്കുന്നത്. ഒരു റിലീഫ് ആകാത്ത ഒരു പടത്തെ സംബന്ധിച്ച് വമ്പൻ കളക്ഷൻ തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് ഏകദേശം ഉറപ്പാക്കിയിരിക്കുകയാണ്. നമ്മളെ ഞെട്ടിപ്പിക്കും എന്ന് ഏകദേശം ഉറപ്പാക്കി. ഇതിൻ്റെ കളക്ഷൻ നമ്മൾ എടുത്തു നോക്കുമ്പം ഏകദേശം 4 മണി ടൈമിൽ വന്ന പ്രീഫെയിൽ പ്രകാരം 45 കോടി 25 ലക്ഷം രൂപയാണെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം 50 കോടി പിന്നിടുന്നു എന്നുള്ളതാണ്. തമിഴ്നാട്ടിലെ കളക്ഷൻ 15 കോടി പിന്നിടുന്നു. കേരളത്തിലെ കളക്ഷൻ 3 കോടി പിന്നിടുന്നു. കർണാടക 8 കോടി പ്രീഫെയിൽ പിന്നിടുന്നു. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 2 കോടി പിന്നിടുന്നു. ഓർഫിഫ് കളക്ഷൻ എന്ന് പറയുന്നത് $2 മില്യൺ പിന്നിടുന്നതായിട്ടാണ് അറിയുന്നത്. അങ്ങനെ ഏകദേശം 50 കോടിക്ക് മുകളിലാണ് ജനനായകൻ്റെ പ്രീഫെയിൽ മാത്രം. അപ്പം ജനനായകൻ വമ്പൻ ഹിറ്റാകും എന്ന് ഏകദേശം ഉറപ്പാണ്. പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള ദിവസത്തെ റണ്ണിങ് എന്നൊക്കെ പറയുന്ന ചിത്രത്തിൻ്റെ വിജയത്തെ ആസ്പദമാക്കി തന്നെ ഇരിക്കും. അത് നമ്മൾക്ക് കണ്ടു തന്നെ അറിയണം. ഏതായാലും നാളെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ജനനായകൻ കയറി കാണും, എന്നിട്ട് റിവ്യൂ ചെയ്യാം. പിന്നെ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാത്ത ചിത്രമാണ്. കാരണം നമുക്കറിയാം വിജയുടെ സ്റ്റൈലുണ്ട്. ആ സ്റ്റൈൽ ഓഫ് മെത്തേഡ് തന്നെ ആയിരിക്കും ഈ ചിത്രത്തിനും പിന്തുടരുന്നത്. പ്രത്യേകിച്ച് വിജയുടെ ലാസ്റ്റ് ചിത്രം എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് സന്തോഷിക്കാൻ നൽകുന്ന വകകളൊക്കെ ഇതിനകത്ത് ഒരുക്കും. പ്രത്യേകിച്ച് ജനനായകൻ വിജയുടെ രാഷ്ട്രീയ പ്രവേശനവുമായിട്ട് ബന്ധപ്പെടുത്താണ് ചിത്രം നിർമ്മിക്കാൻ തീരുമാനിക്കുന്നതും റിലീസ് ചെയ്യാനൊക്കെ തീരുമാനിക്കുന്നത്. പക്ഷെ അതൊക്കെ കഴിഞ്ഞു പോയി, രാഷ്ട്രീയം മാറി, വിജയ് ചിത്രമില്ലാതെ തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രിയാവുന്നു. അതിനുശേഷം ചിത്രം റിലീസാകുമ്പോൾ അന്ന് പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ തന്നെ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. അപ്പം വിജയുടെ ഈ ചിത്രം ഒരു മസാല ചിത്രമായിരിക്കാം. വിജയ് ചിത്രങ്ങളിലൊക്കെ കൃത്യമായിട്ട് കാണുന്ന പാട്ടും ഡാൻസും അതുപോലെ ആക്ഷനും ചെറിയ സെൻറ്റിമെൻസും ഒക്കെ ചേർത്ത ഒരു മസാല ചിത്രമാകും എന്ന് ഏകദേശം ഉറപ്പാണ്. അത് ജനങ്ങളിലേക്ക് എന്തുമാത്രം എത്തും എന്നതിനെ ആശ്രയിച്ചായിരിക്കാം ഇതിൻ്റെ ചിത്രത്തിൻ്റെ ആദ്യ ദിവസത്തെ 100 കോടിയും ബാക്കിയുള്ള ദിവസത്തെയൊക്കെ കളക്ഷൻ നിശ്ചയിക്കുന്നത്. വിജയുടെ ഈ ചിത്രം വിജയ് ആരാധകരെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ കാര്യമാണ്. വലിയ കേസിനും വഴക്കിനുമൊക്കെ ശേഷമാണ് ഈ ചിത്രം ഇറങ്ങാൻ പോകുന്നത്. അതുപോലെ ഈ ചിത്രത്തിനെ പറ്റി വളരെ നിർണായകമാകുന്നത് ഇനിയും വിജയ് സിനിമയിൽ അഭിനയിക്കുമോ എന്നുള്ളതും നിർണായകമാണ്. ഈ ചിത്രത്തിൻ്റെ വൻ വിജയം ഒരുപക്ഷെ വിജയെ വീണ്ടും സിനിമയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അതിനൊക്കെ നിർണായകമാകുന്നു വിജയുടെ ഈ ജനനായകൻ എന്ന ചിത്രം. കാത്തിരിക്കാം, കാത്തിരുന്ന് കാണാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ